ആൻഡ് ദിസ് ഇസ് എ 300-acre ഗോൾഫ് കോഴ്സ് ഇൻ ബാംഗ്ലൂർ. നിങ്ങൾ ആവേശത്തിൽ കേട്ടിട്ടില്ലേ റെഡ്ഡിയാർ ലാൻഡിന്? ഇപ്പോൾ നിങ്ങൾക്ക് റിയൽ ആയിട്ട് കാണാം ഈ ലാൻഡ്. അപ്പോൾ 300 ഏക്കറാണത്. സോ ലെറ്റ്സ് ഹാവ് എ റോക്കിംഗ് ലോഞ്ച് ഓഫ് ദ മൂവി. താങ്ക് യു. റോക്കി ബോയ് റീലാണ്, ഞാൻ റിയൽ ആണ്. ആക്ച്വലി സത്യം പറഞ്ഞ് നിങ്ങൾക്ക് ഇപ്പൊ കിഡ്നാപ്ഡ് ആണ്. നിങ്ങളിപ്പോ നിൽക്കുന്നത് KGF-ലാണ്. ഇതാണ് നമ്മുടെ റോക്കി ബോയുടെ സിനിമ ഉണ്ടല്ലോ KGF. ഇവിടെ വെച്ച് ഷൂട്ട്, ഇവിടെ വെച്ചാൽ യശ് ഇവിടെ താമസിച്ച ഷൂട്ടിങ് സമയത്ത് ഇതിന്റെ ഇവിടുന്ന് 10 കിലോമീറ്റർ അപ്പുറത്താണ് ഈ KGF ടൗൺ കിടക്കണേ. അപ്പോൾ സമയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബസ്സിലൊന്ന് കടക്കാൻ പോകാം. സാറോ നോക്കി പോയി നമ്മൾ ബന്ധമുണ്ടോ? യഷിന്റെ ഭയങ്കര ക്ലോസ് ഫ്രണ്ട്, നല്ല ക്ലോസ് ഫ്രണ്ട്. സാറ് ഈ സ്വർണ്ണം കുളിച്ചെടുക്കാൻ പരിപാടി ചെയ്യുന്നു? സ്വർണ്ണം കുളിച്ചെടുക്കാണ്. അവിടെ പോയി തിരിച്ചു വരില്ലപ്പ. അവിടെ 2-3 കിലോമീറ്റർ അടിയിലാണത്. പണ്ട് ഞാൻ പോയിട്ടുണ്ട്, താഴെ പോയിട്ടുണ്ട്. എൻ്റെ ഭാര്യയുടെ വീട് KGF-ആണ്. പുള്ളിക്കാരത്തെ അങ്കമാലി എന്നാണ്, പക്ഷേ ഓണം പ്രോഡക്റ്റിൽ KGF. അവിടെ ഒരു മെമ്മൽ ഫാക്ടറി ഉണ്ട്. അപ്പൊ താഴെ പോയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു റോക്കി ബോയ് താഴെ പോയിട്ടുണ്ടെന്ന്. ബിക്കോസ് അത് അപ്ലിക്കർ കൂട്ടി കളഞ്ഞു. അത് നല്ലൊരു സീനായിരുന്നു അന്നൊക്കെ. അപ്പൊ താഴെ പോയി കണ്ടിട്ട് വരുന്നത്. അപ്പൊ ഇപ്പോഴത്തെ ഇവിടുത്തെ ബിഗ്ഗസ്റ്റ് പ്രോജക്റ്റ് ആണ് ഈ ഗോൾഫ് കോഴ്സ്. നമ്മുടെ പടത്തിന്റെ പ്രോഗ്രാമിന് യാഷ് വരുമോ? ഇല്ല, നമ്മുടെ പടത്തിന് നമ്മുടെ സ്റ്റാർസ് ആണ്. നമ്മുടെ സ്റ്റാർസ് പടം കത്തിക്കോ സാറേ? കത്തിക്കോന്ന് ചോദിച്ചാല് തിയേറ്റർ കുലിക്കോന്നൊക്കെ ഉള്ള ചോദിക്കുന്നു. ഇപ്പൊ കത്തിക്കോന്നല്ല, 100%. നമ്മുടെ സിനിമ VK പ്രകാശാണ് ചെയ്യുന്നത്. പുള്ളി നാഷണൽ അവാർഡ് വിന്നർ, പല ഹിറ്റും തന്നിട്ടുണ്ട്. ഇനി ഞാൻ ഈ സിനിമയുടെ കൂടെ സ്ക്രിപ്റ്റ് തൊട്ട് ഞാൻ ഇരുന്നുണ്ട്. നല്ലൊരു ടോപ്പിക്കാണ് ഇന്ന് യങ്സ്റ്റേഴ്സിന് നോ ഡ്രഗ്സ് എന്നുള്ളൊരു ടോപ്പിക്കാണ്. എൻ്റെ ഇൻസ്റ്റ തുറന്നു നോക്കി കാണും. എൻ്റെ 10% എൻ്റെ വീഡിയോ കാണുന്നത് 13 തൊട്ട് 19 വയസ്സുള്ള കുട്ടികളാണ്. ഞാൻ ഇൻസ്റ്റയിൽ പോപ്പുലറാണ്. പിന്നെ 35 വയസ്സുള്ള താഴെയുള്ള ആൾക്കാരുടെ 85% എൻ്റെ വീഡിയോ കാണുന്നത്. അപ്പോൾ അവർക്കൊക്കെ ഒരു നല്ലൊരു മെസ്സേജ് ആയിരിക്കും. എന്ന് വെച്ചാൽ ഒരു നോ ഡ്രഗ്സ് നല്ലൊരു തീമാണ്. പിന്നെ ബാംഗ്ലൂർ എല്ലാത്തിനും ഒരു നല്ലൊരു ലൊക്കേഷനല്ലേ. അപ്പോൾ സിനിമ എക്സ്ട്രാ വേക്കൻസി പൊളിയായിരിക്കും. കത്തിക്കും, നിങ്ങൾ പറഞ്ഞ കത്തിക്കും. ഒരു ക്യാമിയോ റോൾ പ്രതീക്ഷിക്കാല്ലേ? ആദ്യമാണ് അല്ല, ആരെങ്കിലും ഒരു അന്യഭാഷ നടന്റെ അത് ഞങ്ങളിപ്പോൾ പ്ലാൻ ചെയ്തിട്ടില്ല. ഡെഫിനറ്റ്ലി വിൽ പ്ലാൻ. ഓക്കെ. ഇല്ല ഓക്കെ. അടിപൊളി സ്ഥലം അല്ല നിങ്ങൾ റൗണ്ട് നിങ്ങളെ കൊണ്ടുപോകാം. അപ്പോൾ നമ്മൾ ആവേശത്തിൽ പറഞ്ഞ റെഡ്ഡിയാർ ഇങ്ങനെ ഭൂമി വാങ്ങി മറ്റേന്നൊക്കെ അതൊക്കെ സിനിമയാണ്. അപ്പോൾ നിങ്ങൾക്കിന്നൊരു റിയൽ ആയിട്ടൊരു ഫീലിംഗ് കിട്ടിയല്ലോ. ഇത് ഞാനാണ് മലയാളികളിൽ ആദ്യമായിട്ടൊരു ഗോൾഫ് കോഴ്സ് ചെയ്തത്. പിന്നെ അതേപോലെ തന്നെ എൻ്റെ 36 വയസ്സിൽ ഞാൻ ആദ്യത്തെ പ്ലെയിൻ മേടിച്ചു, ലോണില്ലാത്ത സ്വന്തം പ്ലെയിൻ. ഇന്നൊക്കെ നമ്മൾ ഇൻസ്റ്റ എടുത്ത കാറ് മേടിച്ച വലിയ സെലിബ്രേഷൻ അല്ലേ. ഞാൻ 36 വയസ്സിൽ ആദ്യത്തെ പ്ലെയിനെ മേടിച്ചു. എന്നിട്ട് 36 വയസ്സിൽ എനിക്ക് ചാർട്ടർ ലൈസൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു എന്താ പറയുന്നത്, ലൈഫ് ഇസ് എ സെലിബ്രേഷൻ. ഞാൻ എപ്പോഴും ആ ഒരു കോൺസെപ്റ്റിൻ്റെ ആളാണ്. പിന്നെ ഇതെല്ലാം നിങ്ങളൊരു ലോണില്ലാത്ത കമ്പനിയാണെന്ന് അറിയാമല്ലോ. അപ്പോൾ ഇനി ബാക്കി അവിടെ പറയണ്ട, എല്ലാം ഇവിടെ പറഞ്ഞു കാണാം. എല്ലാം മഴ വീണു. അല്ല, ഇത് എൻ്റെ ഫ്രണ്ടിൻ്റെയാണ്. എൻ്റെ പുറത്ത് പോയിരിക്കാം. കാണാം.
വളരെ പ്രകൃതി രമണീയമായ ആബ്സല്യൂട്ട്ലി സ്റ്റണ്ണിംഗ് ആയ ബാംഗ്ലൂരിനടുത്തുള്ള സിയോൺ ഹിൽസ് എന്ന ഗോൾഫ് കോഴ്സ് ഏരിയയിലാണ് നമ്മളെല്ലാവരും ഇപ്പോൾ ഇരിക്കുന്നത്. ഇറ്റ് ഈസ് ട്രൂലി എ ബ്യൂട്ടിഫുൾ ലൊക്കേഷൻ ഫോർ സംതിങ് absolutely extravagant. We say with a lot of happiness that confident group in there, the man behind the miracle, Dr. Roy CJ, founder and chairman, is here with us. Can we give him a loud round of applause? Dr. Roy CJ, Namaka. Dr. Roy is a man who needs no introduction. With 19 plus years of his spectacular work building up. And of course, in the Dr. Roy CJ, അദ്ദേഹം തുടങ്ങി വെച്ച എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രി അതിൽ മറ്റൊരു പുതിയ ഫിലിമുമായി എത്തുകയാണ്. ലാലേട്ടന്റെ കൂടെ വീണ്ടും യു കെയിം വിത്ത് മരക്കാർ and you've done Mehu Musa with Suresh Shetty, Identity, which was a super duper hit, so many films in Kannada, and finally for the first time you are associating with somebody as spectacular as Navalda Sagar VKP. Needs no introduction at all. 2-time national award winning VKP. അദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമയിൽ തന്നെ പുനർദിവാസം എന്ന സിനിമയിൽ ഒരു ആഡ് ഫിലിം മേക്കറായ VKP പെട്ടെന്ന് സിനിമയിലെത്തി നാഷണൽ അവാർഡ് ഫോർ ബെസ്റ്റ് മലയാളം സിനിമ നേടിയിട്ടു. Can we please give the wonderful actor, director of VKP sir a loud round of applause. All of Bangalore. I mean, every time I come to Bangalore, I see you in a big property. അതെല്ലാം കൊടുക്കില്ല. അതുകൊണ്ട് തന്നെ കാശ് കുറേശ്ശേനെ നമ്മളിങ്ങനെ നോൺ സ്റ്റോപ്പ് ആയി സംസാരിച്ചിരിക്കുന്ന കരാർ നിർത്തങ്ങൾ വരുന്നത് മിനിമം വേർഡൊക്കെ ഉണ്ട്. അങ്ങനെയാണ് സാർ, അങ്ങനെ പിടിച്ചെന്നെ 10 വർഷം ഇതന്നെ പരിപാടി. അപ്പൊ നോൺ സ്റ്റോപ്പ് ആണ്. അപ്പൊ ഇനി കിടക്കാം. Shall we get to the job at hand? We are here for the puja. നമ്മളുടെ ഈ പുതിയ സിനിമയുടെ പേര് ഞങ്ങൾ ഇപ്പോൾ പറയുന്നില്ല, പക്ഷെ പൂജ നടത്തി ദൈവത്തിന്റെ അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ട് ഈ പുതിയൊരു സിനിമയുടെ തുടക്കം കുറിക്കാനുള്ള സമയമാണ്. So Dr. Roy CJ, as a producer, on behalf of Confident Group, VKP sir, the director and the entire team that is gathered here, we would like to please throw your attention to the puja Namboodirmarudeyundu. So shall we do this? Om Vikatotkata Sundaradante Mukham Bhujagendra Susarpagadaparanam Gajanila Gajendra Ganadipatim Pranatosmi Vinayaka Asti Mukham Surasura Ganapati Sundara Kesham Rushi Rushi Ganapati Yajna Samanam Bhava Bhaya Ganapati Padma Shariram Jaya Jaya Ganapati Divya Namaste. Alright, ladies and gentlemen, like I said, a beautiful collaboration ആണ് Dr. Roy CJ and Vinny Roy ആദ്യത്തെ തെളിയിച്ച ഒരു ബ്യൂട്ടിഫുൾ ആയ സമൂഹത്തിനൊരു മെസ്സേജ് നൽകുന്ന ഈ ചിത്രം ഏറ്റവും ഭംഗിയായി തന്നെ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരാനുള്ള പ്രാർത്ഥന എല്ലാവരും ഈ ഒരു അവസരത്തിൽ മനസ്സിൽ കാണണം. Yes, it's a bit of a windy day, കുറച്ച് കാറ്റുള്ള ഒരു ദിവസമാണ്, so we might struggle lighting the lamp. And first shine. കത്തിക്കരുത്. ഞാൻ കണ്ടു. അതിനുള്ള CGI. Siju, symbolically കത്തിച്ചാൽ മതി. That's the thing about Bangalore weather. And a golf course. How do you play golf for this country? Golf. Really? Babarajata? എല്ലാ രീതിയുണ്ട്. ഗ്രൂപ്പായിട്ട് കുറെ ഉണ്ട്. കുറെ തിരിയുണ്ട്. This is a tough. It's a tough job, Shahid. Take up the challenge. Come on. Ready? Yes, see? There we go. Nothing is a challenge for you, Shahid. Okay. Babarajata? Okay. Zeenat and Ashwini, can you light one together? Executive Director of Confident Zeenat and Ashwini, lovely actor. അടുത്ത തിരി കത്തിക്കുന്നത് നമ്മുടെ റൈറ്റർ, DOP, പ്രൊഡക്ഷൻ ഡിസൈനർ ആൻഡ് എഡിറ്റർ together ആണ്. I welcome Ashish, Rajan Unikrishnan, Manoj Kumar Katoy,
Vinod Ravindran and Nitin Raj Arora to light the lamp. I think the biggest challenge of the movie is over. Lighting the lamp. Alright, ladies and gentlemen, that is ready. Can we have a loud round of applause? We have an amazing cast, an amazing crew, and very important message oru chitramana confident group. അതുപോലെ തന്നെ DK Prakash എന്ന ഡയറക്ടർ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത് ഞാൻ കണ്ടു സിനിമ. All right, here Amsarathil, I request all of you to kindly be seated, and DK sir, can I please welcome you on stage? Hello. Namaskar. Welcome you all. First of all, let me thank Confident Group and Mr. Dr. C.J. Roy giving me a chance, an opportunity to direct a film where no producer is coming to produce a film nowadays. So at this juncture, producing a film with me, I'm completely obliged to Confident Group and also to Mr. Dr. C.J. Roy. I think he should make more and more films, because the last 6 months I'm working with him, and on screenplay, on production, on small detail, so that eye for detailing, all that we were experiencing it for last 6 months. So I thought he should get into more and make more and more films and give a lot of jobs to a lot of people. So that's the most important thing. And coming to this film last, I think 1 year we are scripting, and it progressed. And at this stage, and Ashish is a writer who wrote for me, and he used to work with me for the last 4 years. So we all sit together. Whenever Roy sir comes here, we go bounce with him, and we developed a whole script with him. He was also involved in it, which I always feel that a production house producer should be involved in every film what they're doing, so that they know exactly what we're doing. So that way I think that I'm very fortunate enough to work with Dr. C.J. Roy and the Confident Group, because why I'm saying Confident Group is I'm working with them, and it's so organized and so caring. That's what I should say. It's very caring. So that is the most important thing I felt in this process, in this journey. And from tomorrow, our journey is going to start of the actual process of shooting. And we have managed to get maximum good technicians with complete support of production house and locations and everything. We were doing last 4 days workshop, like a complete actor prepare workshop. That also, thankful to the place where we could conduct a natural retreat, again owned by C.J. Roy sir. On the way, we can see a lot of properties which is owned by C.J. Roy sir. And to go to Sarjapur, then there is no Sarjapur without Dr. Roy. So that's Bangaloreans, we know that. So it's damn good, and I'm again and again saying that we should get into film, and more films he should make with everybody in this country. And I think we all will be, like everybody. Malayalam, Hindi, English, Malayalam. Okay, sure. അപ്പോൾ ഷൈനിന് വേണ്ടി മലയാളത്തിൽ മാറുന്നു, ഷൈനിങ് മാറുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങളൊരു പടത്തിന്റെ സ്ക്രിപ്റ്റ്, ഇത് വളരെ എന്താ പറയുക, എനിക്ക് പറയാനുള്ളത് ടൈറ്റിൽ റിവീൽ ചെയ്യുന്നില്ല, പക്ഷെ ഇറ്റ്സ് എ ഫിലിം അബൌട്ട് social message. It's a social message film, and a bad little I have to earn a national award also, because it's a socially relevant film. So there is a category for socially relevant film in national award. So I wish that we win the 3rd national award on this, and also the film makes money. That's the most important thing, so that Roy sir can make more films. And I'm so fortunate enough to work with actors. Some actors I have worked with, some actors I'm going to work with first time. So I'm really fortunate to have all the actors who are sitting here. Mr. Babra sir I've seen him from when I was a small boy, I used to watch his films. That doesn't mean. So it's just I wanted to say that he's a very senior actor. Yeah, age-wise he's younger than me, but that's okay. So, and Siju, first time I'm working with, and I hope we'll have a fun ride. And Ashwin Jose I've worked with before, and one real surprise is Mr. Babra's son, Akshay Babraj, is also acting in this film, a very important role. And then a lot of revelation is going to happen while we are in this program. A lot of revelation will happen.
Then Shine. Shine is like if I worked with one film, ഒരു സിനിമയിൽ ഷൈനോട് വർക്ക് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടായി. I must say, the fantastic and a fabulous actor with completely mad brain. So that's what a mad man can make a good actor. I strongly believe in that, and he is mad ആയിക്കോട്ടെ, brain മാത്രം മാറിക്കോട്ടെ, madness അവിടെ ഇരുന്നോട്ടെ. Madness should not lose, because that's what your asset, USP. അത് മാറരുത്. പിന്നെ സിജു ആണെങ്കിൽ ഞാൻ പടങ്ങളിൽ കണ്ടിട്ടുണ്ട്, വർക്ക് ചെയ്തിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. We have bounced ideas, so it's so beautiful to be. Ashwin, I worked in my last film. He was a hero. He was in love with an elderly lady, the whole subject, and he has fabulously performed in that. And now, coming to actors like Aishwarya, Ashwini, and Sanvi are all going to work first time. And one surprise, I'm just keeping it. I don't want to say it. That's Roy sir is going to reveal. So that's what it is. All fine. So we pray that with God's blessing, we can make a good film, and it will do well commercially and in box office. At the same time, critically also, it should be acclaimed. That's what our aim, and that will be 100% commitment, and that's our team's commitment. I'll make it happen. Thank you. ഞാൻ കുറെ ബിഗ് ബഡ്ജറ്റ് മൂവീസ് ചെയ്തിട്ടുണ്ട്, മലയാളം ആവട്ടെ കന്നഡം ആവട്ടെ എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇനി ഒരു ബിഗ് ബഡ്ജറ്റ് മൂവി തന്നെയാണ് ഇതും. പക്ഷേ അപ്പോൾ ചോദിക്കാം എന്താണ് സ്റ്റാർ കാസ്റ്റ്? ഈ മൂവിക്ക് വേണ്ട സ്റ്റാർ കാസ്റ്റ് ആണ്. There's none other than our Shine apt for this role, അല്ലേ? What do you say? Yeah, that is the reason that I've taken this movie. ഇതെന്റെ 12ാമത്തെ മൂവിയാണ്. 12 മൂവി ആയിട്ടുണ്ട്. ഇതൊരു സ്പെഷ്യൽ എക്സ്ട്രാവഗൻസർ മൂവിയാണ്. ഇതിന് പിന്നിൽ ഒരു മെസ്സേജ് ഉണ്ട്. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് നല്ല പോപ്പുലർ ആണ്. I have almost 1.3 million followers. അപ്പൊ ഇപ്പൊ നമ്മള് ഞാനൊരു വീഡിയോ കിട്ടാല് ഒരു അരമണിക്കൂർ കൊണ്ട് 1 lakh വ്യൂസ് പോകുന്നത്. ഓക്കെ, ഞാൻ പ്രൊമോട്ട് ചെയ്യാൻ ബൂസ്റ്റ് ഒന്നും ചേർന്നില്ല. ഓക്കെ, ഞാനോ അത് നമ്മൾ പൈസ കൊടുത്ത് പ്രൊമോട്ട് ചെയ്യാറില്ലാണ്. ഓക്കെ, അപ്പോ ആസ് എ ബിസിനസ് മാൻ ഐ ഫീൽ നൈസ് ദാറ്റ് സോ മെനി പീപ്പിൾ ഫോളോ. അത് ഇല്ല, അതല്ലേ, താങ്ക് യു. അപ്പൊ ഞാൻ അതിന് ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് അതിന്റെ അകത്ത് ഡേറ്റ കിട്ടും, ആരാണ് നമ്മുടെ വീഡിയോ കാണുന്നത്. എന്റെ വീഡിയോ നിങ്ങൾ വിശ്വസിക്കില്ല, 10% എന്റെ വീഡിയോ കാണുന്നത് 13 തൊട്ട് 19 വയസ്സുള്ള കുട്ടികളാണ്. ഞാൻ അപ്പൊ ഓപ്പൺ ചെയ്ത് കാണിച്ചില്ല. 13 തൊട്ട് 19 വയസ്സിൽ പിഞ്ചു കുട്ടികളാണ് എന്റെ വീഡിയോ കാണുന്നത്. 34 വയസ്സുകാരെ വീഡിയോ എന്റെ 85% ആൾക്കാരും തീർന്നു. വ്യൂവേഴ്സ് ബിലോ 35 ഇയേഴ്സ് ആണ്. എന്റെ ഏജ് ഗ്രൂപ്പിൽ 2% ആണോ? അത് അസൂയ കുട്ടികളാന്ന് ഒരാളും എന്റെ വീഡിയോ കാണാറില്ല. കുഴപ്പമില്ല. അപ്പൊ ഈ കുട്ടികൾക്ക് കൊടുക്കേണ്ട ഒരു മെസ്സേജ് ആണ് നോ ഡ്രഗ്സ്. അത് എനിക്ക് ചെറിയ തോതിൽ അത് ചെയ്യാൻ പറ്റുമെങ്കിൽ അതൊരു നല്ലൊരു ദൈവകൃപയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇന്നത്തെ തലമുറയ്ക്ക് അത് ഏറ്റവും വേണ്ട കാര്യമാണ്. അപ്പോ ഇത് ആ ഒരു ആംഗിളാണ് ഇത് എടുത്തത്. അപ്പോ എന്റെ എല്ലാ ഇൻസ്റ്റാഗ്രാം എടുത്താലും കാണും. പിന്നെ VKPG ഈ സ്റ്റോറി ആയിട്ട് എന്റെ അടുത്ത് വന്നു. ബാംഗ്ലൂർക്കാരനായാലും ഞാൻ ഇതുവരെ ഒരു മൂവി ചെയ്തിരുന്നില്ല, ചെയ്യാനൊരു ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അതിന് ആശിഷ് വന്ന് സ്റ്റോറി പറഞ്ഞു. അപ്പൊ ഞാനും ഭാര്യയും എന്റെ മോള് റിയ is going to help me in the movie studio. The confident will make many more movies. Apo Riya will be part of that, and give a loud round of applause. Yeah, she wanted to understand every aspect of film, every aspect. Apo the launch alla, she is learning every aspect of the film. Enganeyanu oru film making, what is to be an actress, what is to be an actor, what is to be different roles. Apo she wanted to have a first time inside experience. And we also have fabulous actors. അപ്പോൾ ഞാൻ തിരിച്ചത് ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ല, എല്ലാ മലയാളികൾക്കും അറിയാം. പിന്നെ ഈ വശത്ത് നമുക്ക് ഐശ്വര്യ ആൻഡ് ഒത്തിരി മലയാള സിനിമ ചെയ്തിട്ടുണ്ട്. അശ്വിനി ഓൾസോ ഡൺ ലോട്ട് ഓഫ് മൂവി, തെലുഗു നമ്മുടെ മെഹബൂബ് മൂസൽ ഉണ്ടായിരുന്നു. ഷാൻവി ഹസ് ഡൺ lots and lots of movies in Telugu, Tamil and Kannada. Guess ಮಾಡಿದ್ದೀರಾ totally? How many? 21 movies. Okay, you look only 21-year-old. Okay. And we have a super talented team. I mean, VKP has already introduced. So ഈ സിനിമ ഒരു നല്ലൊരു ബഡ്ജറ്റിന്റെ സിനിമയാണ്. അപ്പോൾ ബഡ്ജറ്റ് വെച്ചിട്ട് ഞാൻ അതിന്
കൺട്രോൾ ചെയ്യില്ല. ഞാൻ സിനിമ പൈസക്ക് ഉണ്ടാക്കുന്ന ആളല്ല. ഞാൻ സിനിമ ഉണ്ടാക്കുന്നത് പാഷന് വേണ്ടിയാണ്. എൻ്റെ ഒരു സന്തോഷം പാഷന് വേണ്ടിയും ചെയ്യണം. അതാണ് എൻ്റെ ഒരു സിനിമയുടെ ആറ്റിറ്റ്യൂഡ്. അപ്പൊ ഇന്നത്തെ ലോഞ്ച് തന്നെ കണ്ടാൽ നിങ്ങൾക്ക് അറിയാം, ഇറ്റ് ഇസ് നോട്ട് എ സ്മോൾ ലോഞ്ച്. ആൻഡ് ഇതേപോലെ തന്നെ നമ്മുടെ ഈ 5 ദിവസം വർക്ക്ഷോപ്പ് നടത്തി എന്റെ റിസോർട്ടിലായിരുന്നു. അപ്പൊ ഞാൻ റിസോർട്ട് മുഴുവൻ പൂട്ടി, ആരും ഉണ്ടായിരുന്നില്ല, ഞങ്ങൾ മാത്രം. കറക്റ്റ്. സോ ആ ഒരു കോൺസെൻട്രേഷനിലാണ് നമ്മൾ ചെയ്തത്. ഓ ലോർഡ് ജീസസ്, ഹോലി ഫാമിലി and all the angels, let Shine's Appachan have been in heaven, and he was a nice person, gentleman. Let us pray for him. Let God give all the blessings to him. Let God give peace to Shine's family, mother. And I had the opportunity to talk to them over video call, and he wanted to come for this signing. എനിക്ക് തോന്നുന്നത് ഷൈൻ അന്ന് ഷൈൻ ചെയ്യാൻ കൂടി വരികയായിരുന്നു ഈ സിനിമയ്ക്ക് വേണ്ടി അന്ന് ബാംഗ്ലൂരിലെ, അതും കൂടി ആയിരുന്നു. അപ്പോൾ അപ്പച്ചൻ്റെ എല്ലാ ആശീർവാദവും കൂടി ഉണ്ടായിരിക്കും, അപ്പച്ചൻ്റെ എല്ലാ ബ്ലെസ്സിംഗ് ഉണ്ടായിരിക്കും ഷൈൻ. അത് എനിക്ക് സിനിമയ്ക്ക് വേണ്ടിയല്ല, അത് നമുക്ക് എല്ലാവർക്കും അപ്പച്ചൻ്റെ ബ്ലെസ്സിംഗ് വേണം. ഈ കോൺസെപ്റ്റും ഷൈൻ അപ്പച്ചൻ്റെ ബ്ലെസ്സിംഗ്. താങ്ക് യു. നമ്മുടെ മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദൻ അൺഫോർച്ചുനേറ്റ്ലി ഹി ഹാസ് പാസ്ഡ് അവേ. ഇപ്പം കിട്ടിയ ന്യൂസ് ആണ്. ഐ തിങ്ക് ഇറ്റ്സ് റിയലി റിയലി സാഡ്. ഹീസ് വലിയ കോൺട്രിബ്യൂഷൻസ് നമ്മുടെ സ്റ്റേറ്റിന് നൽകിയ ഒരു മുഖ്യനായ ഒരു പൊളിറ്റീഷ്യൻ ആയിരുന്നു, ഒരു പ്രവർത്തകനായിരുന്നു. അപ്പം can we please spend a minute in silence? Let's pray for his soul. മെയിൽ ആക്ടേഴ്സ് ഓൺ സ്റ്റേജ്. ഈ സിനിമയിൽ നിങ്ങളെ മുന്നിൽ ഓരോ വ്യത്യസ്തമായ കഥാപാത്രങ്ങളായി എത്തുന്ന, ശക്തമായ കഥാപാത്രങ്ങൾ എത്തുന്ന 4 മെയിൽ ആക്ടേഴ്സിനെ ഞാൻ ഒരുമിച്ച് വിളിക്കുകയാണ്. ബാബുരാജേട്ടൻ, can I please welcome you? Shine Tom Chacko, Siju Wilson and Ashwin Jose. Can I have the 4 of you on stage? നല്ലൊരു ഐഡിയ ആവാം, കുഴപ്പമില്ല. ഷൈൻ, ബാബുരാജേട്ടൻ, സിജു, അശ്വിൻ. അപ്പൊ ഞാൻ ആദ്യം തന്നെ മൈക്ക് ബാബുരാജേട്ടനെ ഏൽപ്പിക്കുകയാണ്. എന്നിട്ട് ഈ ഒരു സിനിമയെ കുറിച്ച് എന്താണ് പ്രതീക്ഷ എന്ന് ബാബുരാജേട്ടൻ പറയാം. ബിക്കോസ് ഏറ്റവും കൂടുതൽ ഇവിടെ നമ്മൾ സ്ട്രെസ് ചെയ്യുന്നത് ഇതിന്റെ ഒരു മെസ്സേജ് ആണ്, സേ നോ ടു ഡ്രഗ്സ്, അല്ലെ? അപ്പം എന്താണ് ഈ ഒരു സിനിമയിൽ നിന്നും ആസ് എൻ ആക്ടർ ചേട്ടൻ പ്രതീക്ഷിക്കുന്നത്? ഇവിടെ കൂടിയിരിക്കുന്ന നമ്മുടെ കേരളത്തിൽ നിന്ന് വന്നിരിക്കുന്ന അല്ലാത്തതുമായ എല്ലാ ചാനലുകാരും, അതുപോലെ തന്നെ ഡോക്ടർ റോയ് സാർ, അദ്ദേഹത്തിൻ്റെ ഫാമിലി, നമ്മുടെ ഫാമിലിയിലേക്ക് വരുന്ന അദ്ദേഹത്തിൻ്റെ മകൾ, മറ്റുള്ള എല്ലാ ആർട്ടിസ്റ്റുകളും, അമ്മയില് എനിക്ക് ഇതിനകത്ത് ഏറ്റവും ഇഷ്ടമായിട്ട് തോന്നിയതെന്ന് വെച്ചാൽ, ഞാൻ 2010-11 കാലഘട്ടങ്ങളിൽ വൈറ്റ് ഫോർട്ട് ഹോട്ടലില് ആ സോൾട്ട് ആൻഡ് പേപ്പർ ഇറങ്ങിയ സമയത്ത്, ഞാൻ അവിടെ സ്ഥിരം താമസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ എന്നും VKP സാറിനെ കാണും. അപ്പൊ ഞങ്ങൾ ഇറങ്ങി വരുമ്പോൾ ഞാൻ ചോദിക്കാം, അങ്ങനെ ഒന്ന് കാസ്റ്റ് ചെയ്തത് അതില് അവിടെ വെക്കട്ടെ. അപ്പൊ ഞാൻ ചോദിക്കും, എന്നെ ഒന്ന് ഉൾപ്പെടുത്തിക്കൂടെ? അങ്ങനെ ചോദിച്ചു ഇപ്പൊ എത്ര വർഷമായി? 16 വർഷം കഴിഞ്ഞപ്പോ എനിക്കൊരു ദിവസം ഒരു കോള് വരുന്നു, ഇങ്ങനെ പടം ഇങ്ങനെ സംഭവമുണ്ട്. അപ്പൊ ഞാൻ കഥ ഞങ്ങളൊന്നും കേൾക്കണ്ട, ഞാൻ ആ പടത്തിൽ അഭിനയിച്ചിരിക്കും. അങ്ങനെയാണ് ഈ സബ്ജക്റ്റിലേക്ക് വരുന്നത്. ആദ്യം വേറെ കുറച്ചാൾ മുമ്പ് വേറൊരു ഇതായിരുന്നു, പക്ഷെ അതിനുശേഷം നമ്മുടെ ഷൈൻ മോഹൻ ഒരു പ്രശ്നം പറ്റി, അങ്ങനെ വീണ്ടും നീണ്ടു. എന്തായാലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിന്റെ ടാഗ് ലൈനാണ്, സേ നോ ടു ഡ്രഗ്സ്. ഞാൻ വളരെ സിൻസിയറായിട്ട് പറയാം, ഞാൻ എൻ്റെ ഇത്രയും കാലത്തെ ജീവിതത്തിൽ ഞാൻ ഈ സാധനം ഉപയോഗിച്ചിട്ടില്ല. മദ്യം വേറെ, ഞാൻ ഇതിന്റെ കാര്യം പറയുന്നത്. അത് കേരളത്തിൽ ആരാണ് മദ്യത്തിന്? കേരളം നിൽക്കുന്നത് തന്നെ മദ്യത്തിൽ കൂടെയാണ്. മദ്യമാണോ വലിയ പ്രശ്നം? അതും പ്രശ്നമാണ്, അത് നമുക്ക് വേറെ സിനിമ ഉണ്ടാക്കാം. ഇന്ന് ഡ്രഗ്സിന് അപ്പോ അതിനുള്ളൊരു ആൻസർ കൂടിയാണ് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം പറഞ്ഞല്ലോ കൊച്ചു ചെറുപ്പത്തിലെ പോലെ തന്നെ കാണാൻ തുടങ്ങി എന്ന് പറഞ്ഞതിനൊരു ആൻസർ കൂടിയാണ്. ഇതാരും ഉപയോഗിക്കാതിരിക്കുക, അതാണ് അതിന്റെ ഏറ്റവും പറയാനുള്ള കാര്യം. കാരണം കുറെ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും അതുകൊണ്ടുള്ള പ്രശ്നങ്ങളെല്ലാം. അപ്പോൾ ഇത് നല്ല മെസ്സേജാണ് ഈ മൂവിയുടെ കൊടുക്കുന്നത്. പിന്നെ ഞാൻ ഈ സ്ക്രിപ്റ്റ് മൊത്തം വായിച്ച ആളാണ്, ഞാൻ അതിനെ കുറിച്ചൊന്നും പറയുന്നില്ല. പക്ഷെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കാര്യം, ആദ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് VKP സാർ ഇങ്ങനെ ഒരു കുറെ ട്വിസ്റ്റും ടേണും ഒക്കെ ഉള്ള ഒരു സിനിമ കൊണ്ടുവരുന്നത്. പുള്ളിയുടെ ജോണറേ അല്ലാന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ വളരെ ഇഷ്ടപ്പെട്ടു എനിക്ക്. ആശിഷ്, അതെ, ഓക്കെ, അതിനെ നമ്മൾ എഴുതിയ ആശിഷിനെ ഞാൻ ഈ സമയത്ത് വരൂ. ആശിഷ് എന്തായാലും ആശിഷിന്റെ ഫസ്റ്റ് സ്ക്രിപ്റ്റ് ആണോ അത്? രണ്ടാമത്തെ? ഓക്കെ,
അടിപൊളിയായിട്ടുണ്ട്. അത് ഇന്റർവൽ പഞ്ചൊക്കെ ഞാനത് പറയുന്നില്ല, എങ്കിലും വളരെ ഗംഭീരമായിട്ടുള്ള ഒരു ഇതായിട്ട് അതിനകത്ത് തന്നെ ഞാൻ അതിശയിച്ചു പോയത് റോയ് സാറിന്റെ മകള് ഇതിനകത്ത് ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ അതിശയിച്ചു. കാരണം എന്റെ മകന് ഇതിനകത്ത് അഭിനയിക്കുന്നുണ്ട്. കാരണം ആശാൻ ഈ പറയുന്ന പോലെ പണ്ട് മുതലേ അഭിനയിക്കാൻ നിന്നപ്പോ ഞാൻ പറഞ്ഞു ആദ്യം എന്റെ പഠിത്തം കഴിയട്ടെ. അപ്പൊ അവനോട് ലണ്ടനിലാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അതിന് ഞാൻ പറഞ്ഞ ജോലി ആകട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ജോലിയൊക്കെ ആയപ്പോ പറഞ്ഞു ഇനി എന്നെ പിടിച്ചേക്കിട്ടുണ്ട്. എന്നിട്ട് ലീവ് എടുത്ത് വന്നിരിക്കാം. കളയാൻ സമ്മതിക്കുന്നില്ല. ഞാൻ പറയും സിനിമയിൽ വരാൻ എളുപ്പമാണ്, നമുക്ക് പിടിച്ചു നിൽക്കാൻ കുറെ പണ്ടത്തെ പോലെ അല്ല. ഒരു വെള്ളിയാഴ്ച വരാം. പക്ഷെ പിന്നെ ഞാൻ 10 വർഷം ഇടികൊണ്ടത് ഞാൻ സംസാരിക്കുന്നത് തന്നെ 6-7 വർഷം കഴിഞ്ഞിട്ടാണ് സിനിമയിൽ. അപ്പൊ ഇപ്പൊ നമുക്ക് വരാൻ ഭയങ്കര എളുപ്പമാണ്. പക്ഷെ ഇങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാൻ വളരെ പാടാണ്. അപ്പൊ കുറെ അധ്വാനങ്ങളും കാര്യങ്ങളും എല്ലാം വേണം. അതൊക്കെ മനസ്സിലാക്കട്ടെ എന്ന് വെച്ചിട്ടാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഈ യങ്സ്റ്റേഴ്സിനെല്ലാം ഈ സിനിമ ഒരു വലിയൊരു പ്രചോദനമാകട്ടെ. എങ്ങനെയാ മോൻ വന്ന സിനിമയിലേക്ക് കൂടെ പറയാം. അത് സിനിമയില് ഞാൻ BKP സാറിന് കുറച്ച് ഫോട്ടോസ് അയച്ചു കൊടുക്കാം. ഇവനെങ്ങനെ നോക്കി അപ്പൊ ഇതാണ് എന്റെ മകനാണ് സിനിമാ ഭ്രാന്തനാണെന്ന് പറഞ്ഞു. നമുക്ക് 2 ദിവസം കഴിഞ്ഞപ്പോ എനിക്ക് ഫോൺ വരുന്നു. റോയ് സാർ പറഞ്ഞു നന്നായിട്ടുണ്ട്, അവനെ ഇതിനകത്ത് ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഫോൺ വരുന്നു. അപ്പൊ ഞാൻ ഇതിനോട് അപ്പൊ ആദ്യം പറഞ്ഞില്ല, കാരണം കുറച്ച് കഴിയട്ടെ എന്ന് ചോദിച്ചത്. അത് എന്റെ കാര്യമൊന്നും 16 വർഷം ഞാൻ അങ്ങോട്ട് ചോദിച്ചോണ്ടിരിക്കുന്നു. പിന്നെ ആണ് ഇതിനകത്ത് വന്നു കഴിഞ്ഞപ്പോ ഇവരെല്ലാം ഇപ്പൊ ഷൈനെ ചോദിച്ചോളം പറയുകയാണെങ്കിൽ ഞാൻ ആദ്യമായിട്ട് ഷൈനെ കാണുന്നത് തന്നെ ആഷിഖ് കപൂറിന്റെ വീട്ടിൽ ഉണ്ടല്ലേ. പക്ഷെ ഞാൻ ശരിക്കും ശ്രദ്ധിക്കുന്നത് നമ്മൾ സോൾട്ടാറിന്റെ കവർ പറയാൻ വേണ്ടി വിളിച്ചിട്ടുണ്ട്. അങ്ങനെ അന്ന് ഷൈൻ കണ്ടമാനം മുടിയൊക്കെ ആയിട്ടുള്ള ഒരു ഷൈനായിരുന്നു. ആ ഷൈനിൽ നിന്ന് വലിയൊരു ആക്ടറായി മാറി. ഇനി ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് വലിയൊരു ചേഞ്ച് ആവട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ മൈക്ക് ഷൈൻ ഏൽപ്പിക്കട്ടെ. ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ആദ്യം തന്നെ ഷൈൻ മൈക്ക് കൊടുത്തു. ഷൈൻ, ഐ തിങ്ക് ഈ ഒരു സിനിമ അത് ഒരു കോൺഫിഡന്റ് ഗ്രൂപ്പ് സിനിമയാണെന്നോ ഒരു VKP ചിത്രമാണെന്നോ പറഞ്ഞ പ്രേക്ഷകരിലേക്ക് എത്തുന്നതിനെക്കാട്ടും എനിക്ക് തോന്നുന്നു ഇതൊരു ഷൈൻ ടോം ചാക്കോ ചിത്രമായിട്ട് പ്രേക്ഷകരിലേക്ക് എത്തുന്നതായിരിക്കും ഇതിന്റെ സക്സസിന് പുറകെ. ആക്ച്വലി ഈ ചെറുപ്പക്കാരല്ല ഇതൊന്നും ഇവിടെ കൊണ്ടുപോകുന്നുള്ളത്. ഇപ്പൊ വലുതായിട്ടുള്ള ആളുകൾ വഴിയാണ് ഇതൊക്കെ ഇവിടെ എത്തിയിട്ടുള്ളത്. എത്തിക്കോട്ടെ, കുഴപ്പമില്ല. അല്ല, നമ്മളെപ്പോഴും ചെറുപ്പക്കാരെയാണ് കുറ്റം പറയുന്നത്. ഈ ചെറുപ്പക്കാർ ഇവിടെ വളർന്നു വരുമ്പോ ഓൾറെഡി ഇത് ഇവിടെ ഉണ്ട്. പക്ഷെ നമ്മളെല്ലാത്തിനും ഈ ചെറുപ്പക്കാരൻ ഇത് ആണ് ഈ കുറ്റം. ചെറുപ്പക്കാരും അതെന്താണെന്നറിയോ, പ്രായമുള്ളവർക്ക് ചെറുപ്പക്കാരെ ബ്ലെയിം ചെയ്യാൻ ഈസിയാണ്. അതെന്താ പ്രായമുള്ളവർ പിന്നാലെ വരുമ്പോൾ ബ്ലെയിം ചെയ്യും. നമ്മൾ തിരിച്ചും ചെയ്യും. അല്ല, അതാ പറഞ്ഞു വന്നത്. ഈ ആൾക്കാര് ഹൈ ആവാനുള്ള കാരണം കുറെ ഉണ്ട്. നമ്മള് ഉയരങ്ങളിലേക്ക് എത്തണം. പക്ഷെ ഇറ്റ്സ് ലൈക്ക് ഈ നമ്മള് ഇഷ്ടമുള്ള കാര്യം ചെയ്ത് നമ്മൾ ഉയരത്തിലേക്ക് എത്തുന്നതും ബോഡിയിലൂടെ നമ്മൾ ഹൈ ആവുന്നതും തമ്മിൽ കിട്ടുന്നുണ്ട്. അത് നമുക്ക് 24 മണിക്കൂറോ അല്ലെങ്കിൽ ഫുള്ളായിട്ട് കിട്ടില്ല. അതല്ല, എന്ത് ജോലിയാണെങ്കിലും അത് ജോലി തരുന്ന എനർജിയാണ് VKPയിൽ കാണുന്നത്. ഇത്രയും എനർജി ഉള്ള ഒരു മനുഷ്യൻ എന്താണ് VKP അടിക്കണമെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. കാരണം ഇത്രയും എനർജറ്റിക് സിനിമ എല്ലാ ദിവസവും വർക്ക് ചെയ്യുന്ന ഒരാൾ, അല്ലെങ്കിൽ ഫുൾ ടൈം. ഇന്നലെ തന്നെ ഫോട്ടോഷൂട്ടിന്റെ സമയത്ത് 3:30 പോകുന്ന പറഞ്ഞാൽ പുലർച്ചയിൽ പോകുമ്പോ, പിന്നെ ഈ പടം വന്ന സമയത്ത് ജൂണിലാണ് ഇത് തുടങ്ങാൻ വരുന്നത് ആക്ച്വലി, അല്ലേ? ആ സമയത്താണ് ആക്സിഡന്റ് ഉണ്ടാവണം. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ പടം, കാരണം 2 ദിവസമൊക്കെ നമുക്ക് മാറിയ വരെ പടങ്ങൾ പോണ സമയമാണ്. കാരണം അവർ വെയിറ്റ് ചെയ്യില്ല. പക്ഷെ 1 മാസം നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്തു. താങ്ക് യു. പിന്നെ ബാംഗ്ലൂരിലേക്കുള്ള ഒരു യാത്രയിലാണ് ഡാഡിയുടെ മിസ്സാവുന്നത്. ആക്ച്വലി നമ്മുടെ കൂടെ ഇടാന്നല്ല, നമ്മുടെ കൂടെ ഉണ്ടെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. കാരണം മരിച്ചാൽ നമ്മള് യൂണിറ്റിലേക്ക് അലിഞ്ഞു തരുമല്ലോ. അപ്പൊ എല്ലായിടത്തും ഉണ്ട് എന്നാണ് ഞാൻ മമ്മീനോട് പറയാം. നമ്മുടെ കൂടെ ഉണ്ട്. ഞാൻ ആംബുലൻസിൽ നിന്ന് വരുമ്പോഴും പറയും ഡാഡി കൂടെ ഉണ്ട്, നമ്മുടെ കൂടെ ഉണ്ട്. എല്ലാവരുടെ ഡാഡി ആണെങ്കിലും മമ്മി ആണെങ്കിലും എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ട് ഇപ്പോൾ. അപ്പൊ ബാംഗ്ലൂരായി നമ്മുടെ നാട്ടിലെ പ്രശ്നമാണ് നമ്മൾ പറയണത്. പക്ഷെ ബാംഗ്ലൂരിന്റെ പേരിലാണ് അത് പ്രൊഡ്യൂസറും ഡയറക്ടറും അവിടെ നിന്ന് നമ്മൾ അങ്ങോട്ട് മാറ്റി. ഓക്കെ, താങ്ക് യു.
ബാംഗ്ലൂർ ഹൈ എന്ന ഈ ചിത്രത്തില് ഷൈൻ ഈ ഒരു മെസ്സേജിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചല്ലോ. ഷൈൻ ഇതിൽ ഇൻവോൾവ് ആകുമ്പോൾ ആസ് എൻ ആക്ടർ അഭിനയിക്കാം, പക്ഷെ ഈ സബ്ജക്ട് ഭയങ്കര ക്ലോസ് ടു യുവർ ഹാർട്ട് ആയിട്ടുള്ള ഒരു സബ്ജക്ട് കൂടിയാണ്. ജീവിതത്തിനെ ഷൈനിന്റെ ജീവിതത്തിന് വലിയൊരു സബ്ജക്റ്റ് ആണിത്. അപ്പം അത് ഇത്രയും വലിയൊരു മെസ്സേജ് അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുമ്പം ഷൈനിന് ഇതിന്റെ അപ്രോച്ച് എന്താണ്? ഹൗ ഇസ് ദിസ് അപ്രോച്ച്? ഇറ്റ് ഇസ് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു സമയമാണ് മൊത്തത്തിൽ നോക്കുമ്പോൾ, ഇൻ ടേംസ് ഓഫ് അച്ഛന്റെ ഒരു അൺടൈംലി ഡെത്ത് ആയാലും ഈ സബ്ജക്ട് ആയാലും എങ്ങനെയാണ്, ഹൗ ആർ യു അപ്രോച്ചിങ് ദിസ്? വാട്ട് ഈസ് യുവർ സ്റ്റേറ്റ് മെന്റലി? അല്ല, ഞാൻ ചോദിക്കും, ഞാനൊരിക്കലും ഇത് പറയാൻ യോഗ്യനല്ല ശരിക്കും. കാരണം നമ്മൾ ചെയ്യാനുള്ളതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പാടില്ല എന്ന് പറയുന്നത് പണ്ടൊന്നും എഴുതിയില്ല. നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് പാടും, നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് പാടും. അപ്പൊ സാറോട് ചോദിക്കാറുണ്ട്, അത് നമ്മൾ ഞാൻ പറയാൻ പാടുള്ളൂ, എനിക്കതിനുള്ള യോഗ്യതയില്ല ശരി. പിന്നെ ഈ പടം ഇങ്ങനെ ഒരു അവസ്ഥയിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രഗ്സ് മാത്രമല്ല അഡിക്ഷൻ, ജീവിതത്തിൽ പല പല കാര്യങ്ങളുണ്ട് അഡിക്ഷൻ. ഒന്നിലും നമ്മൾ അഡിക്റ്റ് ആവാൻ പാടില്ല എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ അഡിക്ഷൻ തന്നെയാണ് നമ്മൾ മുന്നോട്ട് നയിക്കുന്നത്. പക്ഷെ മെയിൻലി ഈ ഡ്രഗ്സ്, അവിടെ പറഞ്ഞു ഇപ്പൊ സിഗരറ്റും ഒക്കെ കൂട്ടുന്നില്ല. നമ്മൾ മറ്റേ ഡ്രഗ്സിന്റെ കാര്യം മെയിനായിട്ട് എടുത്തു പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഡ്രഗ്സ് 5 പേരിലും 5 രീതിയിലാണ് എഫക്ട് ചെയ്യുക. ഇപ്പൊ ബാബുവിനെ എഫക്ട് ചെയ്യണോ, എനിക്ക് എഫക്ട് ചെയ്യുക, അതുപോലെ സിജുവിനെ എഫക്ട് ചെയ്യുക. ഇതിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ചിലവർക്ക് ക്രിമിനൽ വാസം, ചിലവർ രാത്രിയായിരിക്കാം, ചിലവരായിരിക്കാം, ചിലവര് ആയിരിക്കാം. അതുകൊണ്ടാണ് ഇതിനെ നമുക്ക് പിള്ളേർ ഉപയോഗിക്കരുതെന്ന് പറയുന്നതുകൊണ്ടാണ്. കാരണം അത്രയും ചെറുപ്പത്തിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ, ചെറുപ്പത്തിലാണ് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അവര് പിന്നെ ജോലി ചെയ്തിട്ടുള്ള ഇതിന് വേണ്ടി അവർ വിചാരിക്കും ഈ ഹൈ മതി, ഇൻസ്റ്റന്റ് ആക്സസ്, ക്വിക്ക് ഹൈ. അതുകൊണ്ടാണ് കുട്ടികൾ മെയിനായിട്ട് ഇത് ഉപയോഗിക്കരുതെന്ന് പറയുന്നത്. നമ്മളിപ്പോ പ്രായമായ ഒരു വീഡിയോ വലിക്കുകയോ അല്ലെങ്കിൽ സിഗരറ്റ് വലിക്കുകയും ചെയ്യുമ്പോൾ പോലീസ് പുറത്തു അങ്ങനെ ഒരു പിടിക്കുക, പ്രായമായ. പക്ഷെ പിള്ളേരുണ്ടെങ്കിൽ പിടിക്കും. പക്ഷെ പിള്ളേരെ ട്രീറ്റ് ചെയ്യുന്ന രീതി കുറച്ച് ഡിഫറെന്റ് ആണ് നമ്മുടെ നാട്ടില്. അവരെ ഭയങ്കരമായിട്ട് ക്രിമിനൽസ് ആയിട്ടാണ് കാണുന്നത്. ഇപ്പോ എനിക്ക് 42, ഞാൻ കുട്ടിയല്ല. നമുക്ക് കിട്ടുന്ന അവസരം പോലും ഇപ്പൊ ചെറിയൊരു, ഞാൻ ഉദാഹരണം പറയാം, ചെറിയൊരു ഒരു ജോയിന്റ് പിടിക്കുന്ന ഒരു കൊച്ചിനെ ഭയങ്കര ഒരു ക്രൈം ചെയ്ത പോലെ ക്രിമിനലായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അത് ചെയ്യാൻ പാടില്ല. നമ്മള് പറഞ്ഞു മനസ്സിലാവില്ല. കറക്ഷൻ ഫെസിലിറ്റീസ്. അപ്പൊ ഇതൊക്കെ മൂവി സ്വാധീനിക്കുന്നു പറയും. മൂവി ആക്ടേഴ്സിന്റെ ജീവിതം കൂടുതൽ സ്വാധീനിക്കും. അപ്പൊ ഒരു മൂവി അതിങ്ങനെ വരുന്ന സമയത്ത് അത് കൂടുതൽ യുവാക്കളില് സ്വാധീനിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സിനിമാസിന്റെ ഭാഗമായി കഴിഞ്ഞ few years അല്ലേ? And what would you like to say about this? Hello everyone. എല്ലാവർക്കും നമസ്കാരം. I feel very proud and happy because എന്താ പറയാ, I came to Bangalore for the first time to acquire my graduation in nursing. So എന്താ പറയാ, I was destined to be an actor. ഇപ്പോൾ ഇവിടെ ഈ മൂവിയുടെ ലോഞ്ച് ആയിട്ട് ഇവിടെ നിൽക്കുമ്പോൾ ഐ ഫീൽ വെരി പ്രൗഡ്. ബിക്കോസ് ഞാൻ എന്താ പറയുക, ഒരുപാട് ട്രാവൽ ചെയ്തിട്ടാണ് അവിടെ എത്തിയിരിക്കുന്നത്. 15 years ആയി മൂവിയിൽ. സോ ഹാപ്പി. ആൻഡ് ഇവിടെ എനിക്ക് മൂവിയിൽ ആരെയും പരിചയമുണ്ട്. റോഹിത് സാറിനുണ്ട്, ഞങ്ങൾ ഒരുമിച്ചൊരു സിനിമ ചെയ്തിട്ടുണ്ട്. ആദ്യയിൽ ഞങ്ങൾക്ക് ഒരു കോമ്പിനേഷൻ സീൻ ഉണ്ടായിരുന്നു. അത് ഞാനാകെ 3 മൂവീസാണ് ഇപ്പോൾ, 3ാമത്തെ മൂവിയാണ് ഇപ്പോൾ ബാംഗ്ലൂർ ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. അതിലിപ്പോൾ 3ാമത്തെ മൂവിയിൽ ഇപ്പോൾ റോഹിത് സാറിന്റെ കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ കൂടെയാണ് ചെയ്യുന്നത്. ദെൻ ഷൈൻ തേർഡ് വേൾഡ് ബോയ്സ്, ഞങ്ങൾ തേർഡ് വേൾഡ് ബോയ്സ് എന്ന് പറഞ്ഞ മൂവിയാണ് ആദ്യമായിട്ട് ഒരുമിച്ച് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ഒരുമിച്ച് ചെയ്യുന്നത്. ഇല്ല, ഒരു കണ്ടു ചെയ്യുന്നില്ല. വന്നപ്പോ തൊട്ട് തന്നെ പറഞ്ഞോണ്ടിരിക്കുക. അതെ, എനിക്ക് എന്റെ കല്യാണം കഴിഞ്ഞ് 2 കുട്ടികളായി. ഓക്കെ, ഹാപ്പി. ഞാൻ തന്നെ പറഞ്ഞു. അപ്പോൾ VKP ആയിട്ട് ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് ഒരുമിച്ച് വർക്ക് ചെയ്യണം എന്നുള്ളത്. Because he has contributed great movies to the industry, so I always wanted to work with him. And a new team like Shanvi, Aishwarya, Ashwini, Ashish,
അശ്വിൻ, ഭവരേട്ടനോടൊപ്പം ഞങ്ങളൊരു സിനിമയിലുണ്ട്, പക്ഷെ ഗോൾഡിലുണ്ട്, പക്ഷെ കോമ്പിനേഷൻ ഒന്നുമില്ല. ഗോൾഡിലുണ്ട്. നമ്മളെ ഈ ലുക്ക് ആക്കി എടുക്കാൻ ട്രൈ ചെയ്ത് ഒരുപാട് പേരുടെ ഒരു ഗ്രൂപ്പ്. കാരണം അവർക്കൊരു ബിഗ് താങ്ക്സ്. എന്നെ എങ്ങനെ കണ്ടിട്ടില്ല. ബിഗ് താങ്ക്സ് ടു ദ മേക്കപ്പ് ടീം. അപ്പോൾ എന്താ പറയുക, ഒരുപാട് സന്തോഷമുണ്ട്. ലൈക്ക് ലുക്കിംഗ് ഫോർവേഡ് ടു എന്താ പറയുക, നല്ലൊരു ഉഗ്രൻ മൂവിയായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരാനായിട്ടുള്ള ഒരു പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. അപ്പോൾ താങ്ക് യു എവരിവൺ. Thank you. We are waiting also. Ashwin, we can't wait to see you ഈ സിനിമയില്. അശ്വിൻ, എന്തൊക്കെയാണ് ഇതിൽ നിന്ന് പ്രതീക്ഷ? ഹലോ, നമസ്കാരം. എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ആദ്യം തന്നെ ദൈവത്തോട് നന്ദി പറയുന്നു. കാരണം ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഒരു പടത്തിന്റെ അനൗൺസ്മെന്റ് ആയിരുന്നു കാസിനോവ സിനിമയുടെ അനൗൺസ്മെന്റ്. ആ പ്രൊഡക്ഷൻ കമ്പനിയുടെ ഭാഗമാവാൻ എനിക്ക് പിന്നീട് പറ്റുമെന്നുള്ളത് സോ ഡ്രീം കം ട്രൂ ആണ്. പിന്നെ VKP സാറ് കഴിഞ്ഞ പടത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് പറഞ്ഞു എൻ്റെ അടുത്ത സിനിമയിൽ നീ ഉണ്ടാവുമെന്ന്. താങ്ക് യു സാർ. അത് താങ്ക് യു ഫോർ എന്നെ ഇതിലേക്ക് കാസ്റ്റ് ചെയ്തതിന്. പിന്നെ ആശിഷ് എൻ്റെ നല്ലൊരു അടുത്ത കൂട്ടുകാരനാണ്. ആശിഷിന് ഒരുപാട് കഥകൾ പറയാനുണ്ട്. അപ്പം ഈ സിനിമ എല്ലാവരും കാണണം, കണ്ട് സപ്പോർട്ട് ചെയ്യണം. ഞങ്ങൾക്ക് നാളെ മുതൽ ഷൂട്ട് തുടങ്ങാണ്. എല്ലാവരുടെ പ്രാർത്ഥനയാണ്. താങ്ക് യു. Namaskara. Hello, good evening, almost evening. I hope you all are doing well and amazing, just like I am doing. Keeping it short, but I'll take the important first. My story for this film didn't start with the production call. Okay, let me just let them finish this. So my story with this film started, I think, 5 years back when I met CJ Roy sir presenting an award in an award function. We had like 2 minutes conversation and Saima, and I'm very I'm too small to say I'm very proud of you, sir, but I'm really proud of you to remember that 2 minutes conversation, and 5 years down the lane, just a drop of message from you. You know, a person of his stature, to remember that conversation, that's amazing. And to give me this amazing technical team and amazing actors, I think I couldn't have asked for more. Our DOP Manoj sir, VKP sir, Sam is the best technical team I can ask for, and the greatest of actors. So thank you, Roy sir, and thank you everyone who thought that I will fit this character. This character is full of surprises, just as the film. I'm very excited to do this. Thank you so much. We are very, very excited to see you in the movie as well. Thank you, Shanavi. Ashwarya, so good to see you. കുറച്ച് നാളായി നമ്മൾ കണ്ടിട്ട് ഇപ്പോൾ ബാംഗ്ലൂർ ഹൈ എന്ന് പറഞ്ഞ വലിയൊരു ചിത്രത്തിന്റെ ഭാഗമാവുകയാണ്. Great names, Dr. Roy, VKP, Shine, Tom Chapo. Tell me, what are you feeling? I feel extremely grateful to be a part of this film. Thank you, Roy sir, for this opportunity. VKP sir, thank you so much for casting me in your film. We all know VKP sir is like a great director, an amazing filmmaker with a lot of hits and all. But more than that, he's a beautiful person. Love you so much, sir. Sherikim, actually, Roy sir ensured that all the actors, you know, had a proper acting workshop, so they all bonded, you know. So Samit, I could spend time with Roy sir and VKP sir. So such lovely people, and I'm so grateful. Thank you so much, Roy sir and VKP sir, and such a power-packed, cast. Shine, we all know that you're a brilliant performer. I'm so happy to be working with you, and Siju, and Ashwin, Bhavara sir, and Sanonde, everyone, and Shanvi, Ashwini, and Rhea, beautiful girls. So, and Ashish, our writer, he narrated the script so beautifully. Thank you, Ashish. And thank you to the entire cast and crew. Thank you so much. Happy to be part of this film. Thank you, and we can't wait to see you. Oh yeah, ഞങ്ങളുടെ ആക്ടിംഗ് വർക്ക്ഷോപ്പ് നടത്തിയത് സുഗുമാമാണ്. How can I miss her name? She left her. Yeah, she promised us that she'll join us on the last day, so I can't wait to meet her. So we all fell in love with her. She was an amazing acting coach. You know, her techniques were very unique, and that let all of us we were looking forward every day for the acting workshop. It was not more like a workshop, it was more fun, in fact. So thank you so much, Coco ma'am, and thank you everyone. Thank you so much. Now we have a lovely Ashwini Reddy, who's got so much experience now in Malayalam as well. You played a role.
This is your second Malayalam This film? is my second movie. Let's hear from you. Yes. First of all, I would like to thank Dr. Roy sir and Lini ma'am, who are my mentors and gurus, who have given me this wonderful opportunity in Bangalore High. And thank you for trusting in me. And BKP sir, there's no say, you're always energetic, and thank you for casting me and believing in me. I'm so excited to be participating and being part of this Bangalore High, and thank you so much. And about the workshop, as everyone spoke, it was a wonderful opportunity for all of us to be together and be here. And especially Ria Roy, although it's her first film, she's performing excellent, and she's being excellent in whatever she's doing. Thank you very much. And the wonderful cast, Shine Tom sir, Siju sir, Baburaj sir, and everyone. And amazing, beautiful girls here, Shanvi, Aishwarya, and Ria Roy. It's just amazing to be part of this. Thank you very much. And now, of course, Ria, Dr. Roy Vivek here, he told us that, this is your foray into the world of production, movie production. And I think you couldn't have got a better opportunity to start in-house, learning from the best director. You have a great team of technicians, fantastic team. So what are you feeling? I'm sure at your age, you must be so excited to get a platform to start off. Yeah, exactly what you said. It feels so surreal, and I think this opportunity is amazing. When I read the script and went through it, the character, it really spoke to me, and I think the audience as well. I think they'll be filled with surprises in the movie, and they'll be very thrilled to see it. There's a lot of twists and turns, so they'll be expecting something unexpected. Other than that, I'm just excited, and let's see how it goes. I'm sure. I mean, I was seeing the motion poster, and it said car enthusiast. Yes, yeah. I read that. I didn't miss it. How could you not be a car enthusiast with a garage like your father's? I think full drifting, Tokyo drift style. We're going to take all your cars, doctor. And I have had the pleasure of visit. I've seen a lot of his particular. Very, very protective about his cars. Other, he also has a car company, no? Car sale company. I remember you used to have, no? It is just your cars. Look like a Kara. So that's what I'm saying. I think that enthusiasm. So you've learned a little bit about cars too. Yes, for sure. For sure. My family From are your very family. car enthusiasts as well, like my character. So you're going to see some very interesting scenes throughout the film. Okay. Cars. Right. So yeah, we are so excited to see you in the movie, and in the future, let this be your launch pad to doing big things and taking over maybe Daddy's production company, no? Kick it off. Once again, ladies and gentlemen, Bangalore High and a confident group out there in Chitram. Director VK Prakash, നിങ്ങൾക്ക് വേണ്ടി അത് സംവിധാനം ചെയ്യുന്നു. Amazing star cast, crew castമായിട്ടാണ് ഈ ചിത്രം നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. Say no to drugs എന്ന ടാഗ് ലൈനുമായിട്ട് സമൂഹത്തിന് വളരെ മുഖ്യമായ ഒരു മെസ്സേജ് നൽകിയിട്ടാണ് ബാംഗ്ലൂർ ഹൈ എന്ന ചിത്രം എത്തുന്നത്. ഇന്ന് അതിന്റെ പൂജ സെറിമണിയാണ് സിയോൺ ഹിൽ എന്ന ഈ മനോഹരമായ ഗോൾഫ് കോഴ്സിൽ നടന്നത്.